നമസ്കാരം. ഞാൻ പൊതുവെ മൂവി റിവ്യൂ ചെയ്യാത്ത ഒരാളാണ്. പക്ഷേ യഥാർത്ഥത്തിൽ കൽക്കി കണ്ടപ്പോൾ അതിനൊരു മൂവി റിവ്യൂ ഉറപ്പായും ചെയ്യണമെന്ന് തോന്നി. ഗംഭീരമായ സിനിമയാണ്, നമ്മളെല്ലാം കണ്ടിരിക്കേണ്ടതാണ്. കൽക്കി എന്ന് പറയുന്നത് മഹാവിഷ്ണുവിന്റെ 10ാമത്തെ അവതാരമാണ്. വിഷ്ണു യശസ്സിന്റെയും സുമതിയുടെയും മകനായിട്ടാണ് കൽക്കി പിറക്കുന്നത്. ഇതിൽ സുമതിയായി അല്ലെങ്കിൽ സും 80 ആയിട്ട് നമ്മുടെ ദീപിക പദുക്കോണാണ്. പ്രാചീന നമ്മുടെ ആത്മീയ പുരാണങ്ങളെയും ആധുനിക സയൻസ് ഫിക്ഷനെയും ശാസ്ത്രത്തെയും ചേർത്ത് വെക്കുന്നതാണ് ഈ സിനിമ. നിങ്ങൾ ചിലരെങ്കിലും ഇതിൽ കൽക്കി നമ്മുടെ പ്രഭാസ് ആണെന്നൊക്കെ തെറ്റിദ്ധരിക്കും. അങ്ങനെയൊന്നുമല്ല. ഈ സിനിമയിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്തിരിക്കുന്നത് കമലഹാസനാണ്. ഇതിൽ പ്രഭാസ് ആരാന്ന് ഞാൻ പറയുന്നില്ല, കണ്ടു തന്നെ മനസ്സിലാക്കണം. വിജയ് ദേവർകൊണ്ടയുണ്ട്, നമ്മുടെ ദുൽഖർ സൽമാൻ ഉണ്ട്, അന്നാബൻ ഗംഭീരമായി പെർഫോം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഇത് മസ്റ്റ് വാച്ച് ആയിട്ടൊരു മൂവിയാണ്. നമ്മുടെ പുരാണങ്ങളെ, ഇതിഹാസത്തെ സെലിബ്രേറ്റ് ചെയ്യുന്നു, എന്നാൽ മോഡേൺ ഹോളിവുഡിനോട് കിടപിടിക്കുന്ന സയൻസ് ഫിക്ഷനോട് കൂടി. അതാണ് യഥാർത്ഥത്തിൽ കൽക്കി. സോ ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് മൂവി. ഉറപ്പായും നിങ്ങൾ പോയി കാണണം. അത് നമ്മുടെ തന്നെ അറിവിനെയും നമ്മുടെ തന്നെ ചരിത്ര പരിചയത്തെയും പുരാണ പരിചയത്തെയും കൂട്ടുകയേ ചെയ്യുള്ളൂ.